അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ആൻഡ്രോയിഡ് എന്താണെന്നും വേർഷൻസ് എന്താണെന്നും AVD എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അങ്ങനെയുള്ള സ്ക്രീൻഷോട്ട്സൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. 10 മാർക്കിൻ്റെ essay ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ essay ആയിട്ടോ ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ എന്നായിരിക്കും. ഫേസസ് ഓഫ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ എന്നാവും, അല്ലെങ്കിൽ ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ എന്നാവും. രണ്ട് ചോദിച്ചാലും എഴുതേണ്ടത് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പറയും ജോൺ വോൺ ന്യൂമൺ ആർക്കിടെക്ചർ ചോദിച്ചാലും, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ചോദിച്ചാലും, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാലും, എന്ത് ചോദിച്ചാലും നമുക്ക് ഒന്ന് തന്നെയാണ് എഴുതാനുള്ളത്. അതേപോലെ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ എന്ന് ചോദിച്ചാലും ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. 10 മാർക്കിനാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 മാർക്കിനാണെങ്കിൽ ഇതിൽ സ്റ്റേറ്റ്സ് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റേറ്റുകളെക്കുറിച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഫിഗർ നിർബന്ധമാണ് ഒരു ലൈഫ് സൈക്കിളിൽ. നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനകത്ത് വാട്ടർഫോൾ മോഡൽ അങ്ങനത്തെ കുറേ, അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, ആ ഫിഗർ ഇല്ലാണ്ട് അതിനൊന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ ഫിഗർ നിർബന്ധമാണ്. അപ്പോൾ ഫിഗർ വരച്ചിട്ട് തന്നെ ലൈഫ് സൈക്കിൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഫിഗറിന് മാർക്ക് ഉണ്ട്. നമുക്ക് ആൻസർ സ്കീം വരുന്ന സമയത്ത് 2 മാർക്സ് ഫോർ ഫിഗർ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ മാർക്കില്ല, നിങ്ങൾ എത്ര തന്നെ എക്സ്പ്ലെയിൻ ചെയ്താലും അവിടെ ഫിഗർ ഇല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് കയറില്ല. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഫിഗർ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ എന്താണ്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ എന്താണെന്നാണ്. നമ്മൾ ആപ്ലിക്കേഷൻ എന്താ ലൈഫ് സൈക്കിൾ പൊതുവേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിച്ചാണ് ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ളത്. എന്തായിരിക്കും, ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് തൊട്ട് നമ്മൾ അവരോട് എന്താ പറയുക, ഓരോ സ്റ്റേജ് ഉണ്ട് അല്ലേ, റിക്വയർമെൻറ്റ് അനാലിസിസ്, ഡിസൈനിങ്, അതുപോലെ കോഡിങ്, മെയിൻ്റനൻസ്, അങ്ങനെ നമ്മളത് കൊടുക്കുന്നത് വരെ മെയിൻ്റനൻസ് വരെ, ടെസ്റ്റിങ്ങും മെയിൻ്റനൻസും അങ്ങനെയുള്ള ഡെലിവറി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരെ ഉള്ളതാണ് ലൈഫ് സൈക്കിളാണ്. അപ്പോൾ എന്തൊരു സാധനത്തിനാണെങ്കിൽ നമ്മളൊരു ലൈഫ് സൈക്കിൾ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതേപോലെ ഈ ഒരു ആപ്ലിക്കേഷനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടാകും. അതായത് ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുകയായിരുന്നു അല്ലേ, നമ്മൾ ചുമ്മാ ഇപ്പോൾ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാത്ത അത്രയും നേരം അത് ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. വാട്സപ്പോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനുള്ള ആപ്പോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആപ്പോ എന്തോ ആവട്ടെ, അത് ആപ്ലിക്കേഷൻ അവിടെ ചുമ്മാ കിടക്കുമായിരുന്നു. അപ്പോൾ അത് നിലവിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ആണോ, അതായത് തുറന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ അതിന് നമ്മൾ തുറന്ന് വർക്ക് ചെയ്ത് അതിലെന്തെങ്കിലുമൊക്കെ ടാസ്ക് ചെയ്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ അതിന് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ഹോം അടിച്ചിട്ട് വേറൊരു പ്രോസസ്സ് അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ തുറന്നിട്ട് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ എല്ലാത്തിനും റീസെൻ്റ് ആപ്സിനൊക്കെ പിടിച്ച് കളയും. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തുറന്ന് വർക്ക് ചെയ്ത് അത് ബാക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എക്സിറ്റ് ആയി പോകുന്നത് വരെയൊക്കെ അതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഓരോ സമയത്ത് അതിന് ഓരോ പേരാണ് വിളിക്കുക. നിങ്ങളിപ്പം പ്രോസസ് ലൈഫ് സൈക്കിൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. അതേപോലെ അവിടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മെയിൻ മെമ്മറിയുടെ നമ്മൾ തുറന്നു വന്നിരിക്കുന്ന പ്രോഗ്രാമുകളെ, ഇപ്പോൾ നമ്മൾ വേർഡ് തുറന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണ്, പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണ്, കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണ്. ഓപ്പൺ ചെയ്യാത്ത അത്രയും നേരം അവരൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അതിന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് പ്രോസസ്സ് എന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വിളിക്കുന്നത്. ഇതിപ്പോൾ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നമ്മൾ അവരെന്ത് വിളിക്കും, കോഡാണ്. എവിടെയാണെങ്കിലും ഇവരൊക്കെ എന്താണ്, സോഫ്റ്റ്വെയർ ആണ്, കോഡാണ്. പക്ഷേ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാകുമ്പോൾ നമ്മൾ ഇവരെന്ത് വിളിക്കും, ആപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. ദ ഫേസസ് ദാറ്റ് ആൻ ആപ്ലിക്കേഷൻ ഗോസ് ത്രൂ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഇസ് കോൾഡ് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ. മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആൻഡ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇസ് എ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ആക്ടിവിറ്റി കോറിലേറ്റ്സ് ടു സ്ക്രീൻസ്. നമുക്ക് ആക്ടിവിറ്റി എന്താണെന്നറിയാം. ആക്ടിവിറ്റി ലൈഫ് സൈക്കിളിന് ഇതിനെ വിളിക്കാൻ പറഞ്ഞു. കാരണം ഓരോ പേജസിലൂടെയും കടന്നിട്ടാണ് ഈ സാധനം പോകുന്നത്. ഇത് മാറി വേറൊരു ആപ്ലിക്കേഷൻ വരുമ്പോഴും നമുക്ക് അവിടെ വേറൊരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്, വേറൊരു ആക്ടിവിറ്റിയാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിൾ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺസ് ഇൻസൈഡ് ഇറ്റ്സ് ഓൺ ഇൻസ്റ്റൻസ് ഓൺ വെർച്വൽ മെഷീൻ. നമ്മൾ വെർച്വൽ മെഷീനിൽ ഓരോ ഇൻസ്റ്റൻസ് ആയിട്ടാണ് ഇവർ ഓരോന്നും വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ലാസ്റ്റത്തെ പോയിന്റ്, അൺലൈക്ക് എ കോമൺ വിൻഡോസ് ഓർ യൂണിക് പ്രോസസ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡസ് നോട്ട് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അതിനർത്ഥം
കാര്യം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞു, ഒരു വേർഡ് ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തു, അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം, കാൽക്കുലേഷനോ അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് സെക്കൻഡറി മെമ്മറിയിൽ കിടന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു മെയിൻ മെമ്മറിയിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിപ്പോൾ എന്താണ്, പ്രോസസ്സായിട്ടാണ് വർക്ക് ചെയ്യണത്. പ്രോസസ്സിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ അത് റെഡി ടു ന്യൂ ടു റെഡി സ്റ്റേറ്റിലേക്ക് റെഡിയിൽ നിന്ന് ഇപ്പോൾ CPU അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാൽക്കുലേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായി, അതൊരു പ്രോസസ്സിങ് സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വന്നു. എന്നതിന് ശേഷം ഇൻപുട്ട് ഔട്ട്പുട്ട് എന്തെങ്കിലും ഈ വെയിറ്റിങ്ങിൽ പോകും. അല്ല, ഈ ഒരു കാൽക്കുലേറ്ററിൻ്റെ കാര്യം കഴിഞ്ഞു, നമ്മളതിൻ്റെ മുകളിൽ പിടിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സാധനം ക്ലോസ് ആവും അല്ലേ. ഇത് അവിടെ നിന്ന് ഡിസ്ട്രോയ് ആയി, നമ്മൾ ടെർമിനേറ്റ് ചെയ്തു, ആ പ്രോസസ്സിനെ മെയിൻ മെമ്മറിയിൽ നമ്മൾ നീക്കം ചെയ്തു. ഓക്കെ, അങ്ങനെ അത് നമ്മളായിട്ട് നീക്കം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിളിലൂടെയാണ് അത് എന്ത് ചെയ്യപ്പെടുന്നത്, ടെർമിനേറ്റ് ചെയ്യപ്പെടണം. ഒന്നില്ലെങ്കിൽ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ അത് ടെർമിനേറ്റിലേക്ക് പോകും. ആ ലൈഫ് സൈക്കിളാണ് അതിൻ്റെ ടെർമിനേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനകത്ത് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് കിട്ടുന്ന അത്രയും റാം സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും, ഇപ്പോഴത്തെ ഫോണിനെ കുറിച്ചല്ല പറയണത്, നമ്മൾ ആൻഡ്രോയിഡ് ഡെവലപ്പായി വന്ന ആ സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് റാം വളരെ ചെറിയ രീതിക്കല്ലേ ഉള്ളൂ, 1 GB റാം, 2 GB റാം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് തുറക്കുമ്പോൾ നമുക്ക് തന്നെ കണ്ടറിയാം, നമുക്ക് ഫോൺ ഹാങ് ആവും, നമ്മൾ റീസെൻറ്റ് ആപ്സിലുള്ള സാധനങ്ങൾ കളയും. കാരണം റീസെൻറ്റ് ആപ്സിലുള്ളവരൊക്കെ ഇപ്പോൾ എന്താണ്, ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. ഓക്കെ, അപ്പം മെയിൻ മെമ്മറിയുടെ സ്ഥലം ഇല്ലാതാവും, നമുക്ക് പുതിയൊരാളെ കയറ്റാനുള്ള സമയമില്ല, നിർത്താനുള്ള സ്ഥലം ഇല്ലാതെ. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും വെച്ചാൽ, എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഇവിടെ ആൻഡ്രോയിഡ് തന്നെ ഇപ്പോൾ റീസെൻറ്റ് ആപ്സിൽ നമ്മളിപ്പോൾ ഇപ്പോൾ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ബാക്ക് അടിച്ച് എക്സിറ്റ് അടിക്കാതെ ഹോം അടിച്ച് ഞാൻ വേറെ ആപ്ലിക്കേഷൻ തുടങ്ങി. അല്ലെങ്കിൽ മുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നതും അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ടെക്സ്റ്റ് മെസ്സേജിലേക്ക് പോയി. ആ ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ റീസെൻറ്റ് ആപ്സ് വഴി വീണ്ടും ഞാൻ യൂട്യൂബ് എടുത്തു, അല്ലെങ്കിൽ വാട്സപ്പ് എടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ ഹോം അടിച്ചു, ബാക്ക് അടിച്ച് പ്രോപ്പറായിട്ട് എക്സിറ്റ് ആവാതെ ഞാനിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒക്കെ പുറകേക്ക് കളയുന്നു, അല്ലാണ്ട് എക്സിറ്റ് ആവുകയല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം നിൽക്കുന്ന സമയത്ത് തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ത് ചെയ്യും, ഏറ്റവും കുറച്ച് നേരമായിട്ട് ഉപയോഗിക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആൾക്കാരെ തന്നെ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. മറ്റുള്ളതിൽ ആകുമ്പോൾ ആ ലൈഫ് സൈക്കിൾ ത്രൂ ആണ് എന്താവുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്. അവിടെ അറിയും ഇന്ന സമയമാകുമ്പോൾ അത് ടെർമിനേറ്റ് ആവും എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആൻഡ്രോയിഡ് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് അതിൽ നിൽക്കാൻ റിസോഴ്സസിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സ്, അതിപ്പോൾ മെമ്മറി ആവാം, എന്ത് സാധനം വേണമെങ്കിൽ ആവാം, ആ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നം കാരണം ഫോഴ്സ്ഫുള്ളി ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ആപ്ലിക്കേഷനെ ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ളതാണ്. ഡിസ്ട്രോയ് ചെയ്യുക പറഞ്ഞു വെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്യുന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കറണ്ട് വർക്കിംഗ് സ്റ്റേറ്റിൽ നിന്ന് അതിനെ പിടിച്ച് മാറ്റും, എന്നിട്ട് പുതുതായിട്ട് ഈ സാധനത്തിൻ്റെ ലോഞ്ച് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്ത് വരണം എന്നുള്ളത് നമുക്ക് വേണം. ഇതിലൂടെ പണ്ടൊക്കെ ആൻഡ്രോയിഡ് ഫോണൊക്കെ വന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമുക്കത് ഫീൽ ചെയ്യൂല, കാരണം നമുക്ക് എത്ര റീസെൻറ്റ് ആപ്സ് വേണമെങ്കിൽ ഇപ്പം നമുക്ക് നിൽക്കാനുള്ള സമയമുണ്ട് അല്ലേ, സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് തന്നെയാണ് പറഞ്ഞതാണ് പറയുന്നത്. എവറി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ അൺടൈംലി ടെർമിനേഷൻ. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്തായിരിക്കണം, അൺടൈംലി ടെർമിനേഷൻ. ഏത് സമയത്ത് വേണമെങ്കിലും ആൻഡ്രോയിഡിൻ്റെ വോയിസ് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്ത് പൊക്കോളണം എന്നുള്ളതാണ്. പക്ഷേ ടെർമിനേറ്റ് ചെയ്യുമ്പോഴും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരിക്കും, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിക്ക് കളയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളൊരിക്കലും കളയില്ല. കുറച്ച് നേരമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, തലേ ദിവസം ഉപയോഗിച്ച ഒരു ആപ്പാണ് ഇപ്പോൾ അയാൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കളഞ്ഞാൽ മതിയല്ലോ. കുറേ നേരമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഒരാളെ കളഞ്ഞാൽ മതി, അല്ലാണ്ട് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആളെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻഡ്രോയിഡ് അത് ബുദ്ധിക്ക് തന്നെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒക്കേഷണലി അതെന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് കളയുന്നത് എന്നുള്ളതാണ്. ഒക്കേഷണലി ഹാർഡ്വെയർ റിസോഴ്സസ് മേ ബിക്കം critically low and OS could order early termination of the any process. അതായത് നമുക്ക് ഹാർഡ്വെയർ റിസോഴ്സസ് ഇല്ലാതെ വരികയോ ഷോർട്ടേജ് വരികയോ, അതായത് നമ്മുടെ മെമ്മറിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ OS എന്ത് ചെയ്യും, ഓർഡർ ചെയ്യും ടെർമിനേറ്റ് ചെയ്യാൻ, പ്രോസസ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷനെ ടെർമിനേറ്റ് ചെയ്യാനായിക്കൊണ്ട് പറയും. അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നാണ്. ചിലപ്പോൾ നമ്പർ അല്ലെങ്കിൽ ഏജ് ഓഫ് ആപ്ലിക്കേഷൻ കമ്പോണൻറ്റ് കറൻ്റ്ലി റണ്ണിങ്, അത് ഒരുപാട് നേരമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം വർക്ക് ചെയ്യുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അധികം ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ സാധനത്തിനെ പിടിച്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഇവിടെ ഈ ഒരു ടേബിളിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ
2, 3, 4 എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതാണ് അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രയോറിറ്റിയുടെ ബേസിലായിരിക്കും നമ്മൾ ഏത് പ്രോസസ്സാണെന്ന് മനസ്സിലാക്കി ടെർമിനേറ്റ് ചെയ്യുക. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഹയർ പ്രയോറിറ്റി, ഇപ്പോൾ റാങ്ക് 1 ഉള്ള ആളെ നമ്മൾ നിർത്തും, റാങ്ക് കുറവുള്ള ആളെ, റാങ്ക് മോശമുള്ള ആളെ നമ്മൾ ആദ്യം പിടിച്ച് പുറത്താക്കും, മാർക്ക് കുറവ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഓരോ പ്രോസസ്സിനും ഓരോ സ്റ്റാറ്റസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഫോർഗ്രൗണ്ട് എന്ന് വെച്ചാൽ അവിടെ കഥ വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായെങ്കിലും കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫോർഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നിലവിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മൾ വാട്സപ്പ് തുറന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെക്കും. അപ്പോൾ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഫോർഗ്രൗണ്ട്, അതായത് ഏറ്റവും മുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവരൊരിക്കലും കളയൂലല്ലോ, കാരണം അങ്ങനെ കളഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഉപകാരമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ അവിടെ നിന്ന് ഒഴിവാക്കുള്ളൂ. അതിന് മുന്നേ വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ഒരു സാധ്യതയിലേക്ക് വരുള്ളൂ. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് വിസിബിൾ എന്നുള്ളതാണ്. അതായത് വിസിബിൾ എന്ന് പറയുമ്പോൾ അവിടെ എഴുതിക്ക് നോക്കോളൂ, യൂസർ ഈസ് നോട്ട് ഇൻട്രാക്ടിങ് വിത്ത് ദ ആക്ടിവിറ്റി ബട്ട് ദ ആക്ടിവിറ്റി ഈസ് സ്റ്റിൽ partially visible, or the application has a service which used by a inactive but visible activity. അതെന്താ സംഗതി വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് വയ്ക്കും, ഒരു എന്തെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയോ എന്തെങ്കിലും ഒരു സാധനമെന്ന് വയ്ക്കും. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ ഒരു പോപ്പപ്പ്, ഒരു ഡയലോഗ് ബോക്സോ പോലെ വന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ബ്രൗസറിൽ കയറിയിട്ട് ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യണം, അപ്ലോഡ് ഫോട്ടോ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് വേറൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും അല്ലേ, നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ഫോട്ടോ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എന്താണ്, പാർഷ്യലി വിസിബിളാണ്. പുറകിലുള്ള ആളുടെ മോൾ ഭാഗമോ അല്ലെങ്കിൽ താഴ്ഭാഗമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് പോലെ ആർ യു കണ്ടിന്യൂ ടു ഗോ, അപ്പോൾ പേയ്മെൻറ്റ് ചോദിക്കുകയാണ് നമ്മളോട്, ഒരു രജിസ്ട്രേഷൻ ഫോമിൽ പേയ്മെൻറ്റിൻ്റെ സ്ഥലത്ത് നിന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പുറകിൽ നമ്മുടെ ആ ആപ്പിൻ്റെ ഒറിജിനൽ സ്ക്രീന് നമുക്ക് വിസിബിൾ ആണെങ്കിലും ആർ യു ഓക്കെ ടു എൻ്റർ അല്ലെങ്കിൽ പേയ്മെൻറ്റിലേക്ക് പൊക്കോട്ടെ എന്ന് നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ ആ ഓക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വിസിബിളാണ്, പാർഷ്യലി വിസിബിളാണ്. പക്ഷെ നമ്മൾ നിലവിൽ ആപ്ലിക്കേഷൻ്റെ ആക്ടിവിറ്റി പേജുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടോ ഇല്ല. അതിനെയാണ് നമ്മൾ വിസിബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് വിസിബിളാണ്, പക്ഷെ നമ്മൾ അതിനായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ വേറൊരു ആക്ഷൻ ചെയ്താൽ മാത്രമേ അതിലേക്ക് എൻ്റർ ചെയ്യാനേ കൊണ്ട് പറ്റുള്ളൂ. അതേസമയം ഫോർഗ്രൗണ്ട് പറയുമ്പോൾ നമ്മൾ ആ നേരിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട്, ഇപ്പോൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു പോപ്പപ്പ് പോലൊരു സാധനം വന്ന് പുറകിൽ നിൽക്കേണ്ടതാകുമ്പോൾ നമ്മുടെ ആവശ്യമുള്ള ആൾ, പക്ഷെ നമ്മളതിനെ നമുക്കിത് ഒന്നില്ലെങ്കിൽ ഈ ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ നമുക്ക് പരസ്യങ്ങൾ കയറി വരും അതിനെ ക്ലോസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പുറകിലുള്ള സാധനത്തിനെ കാണാനേ കൊണ്ട് പറ്റുള്ളൂ, ഉപയോഗിക്കാനേ കൊണ്ട് പറ്റുള്ളൂ. അതാണ് സംഗതി വിസിബിൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ എന്താ സർവീസ് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അവിടെ നമുക്ക് സർവീസസിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യിപ്പിക്കാം. സർവീസസ് എന്താ, ഒരു പ്രത്യേകിച്ച് ഒരു UAE ഒന്നും ഉപയോഗിക്കുന്ന ആൾക്കാരല്ല, അവർ ബാക്ക് എൻഡിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കിപ്പോൾ ടെർമിനേറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സർവീസസിനോ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, എന്തോ കാരണം കൊണ്ട് നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ റിസോഴ്സ്, നെറ്റും ഡാറ്റ, മൊബൈൽ ഡാറ്റ എന്ന് പറയുന്നത് ഒരു റിസോഴ്സാണ്, ആ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായാൽ നമുക്ക് വേണമെങ്കിൽ ആ ഡൗൺലോഡിങ് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് മിക്കപ്പോഴും ചില സമയത്ത് ടെലിഗ്രാമിൽ ഒരു സിനിമ മുഴുവൻ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എന്താവാത്തത്, ആ ഡൗൺലോഡ് ആവാത്തത് സ്റ്റോപ്പായി പോയിട്ടുണ്ടാവും, പോസായി പോയിട്ടുണ്ടാവും. നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യാം, ഒന്നിലും റെസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒന്നിനും തുടങ്ങേണ്ടി വരുന്നത്. അതെന്താ, സർവീസസിന് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാണ്ട് അത് തന്നെ മൊബൈൽ ഡാറ്റ വലിച്ചെടുക്കാൻ കിട്ടിയില്ല. വേറെ ഇപ്പോൾ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ടെലിഗ്രാമിൽ ഓപ്പൺ ചെയ്ത് സിനിമ ഓപ്പൺ ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ട് അതേ ആപ്പ് തുറന്നുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ഡൗൺലോഡ് ആവും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതേസമയം നമ്മൾ അവിടെ നിന്ന് ഹോം അടിച്ചിട്ട്, എന്തിനാണ് ഹോം അടിക്കണ, എക്സിറ്റ് അടിച്ചാൽ ഡൗൺലോഡിങ് സ്റ്റോപ്പ് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹോം അടിച്ചിട്ട് വേറെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇപ്പോൾ വാട്സപ്പിലോ യൂട്യൂബിലോ ഇരുന്ന് വീഡിയോസോ എന്തെങ്കിലും ചാറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ മൊബൈൽ ഡാറ്റ കൊടുക്കണ്ടേ, വാട്സപ്പിന് കൊടുക്കണം, യൂട്യൂബിന് കൊടുക്കണം, പാട്ട് പ്ലേ ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കണം, ഇതിനിടയിൽ കൂടെ സിനിമയും ഡൗൺലോഡ് ചെയ്യണം, ഇതിന് മൊബൈൽ ഡാറ്റ വേണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പം ആ ഡൗൺലോഡിങ് എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് സർവീസ് അല്ലേ, അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഫോർഗ്രൗണ്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പിനും യൂട്യൂബിനും നമ്മുടെ പാട്ട് വയ്ക്കുന്ന സ്പോട്ടിഫൈയോ ഏതെങ്കിലും ഒരു ആപ്പിനൊക്കെ കൊടുക്കും. അതുകൊണ്ടാണ് അവിടെ അതേസമയം നിങ്ങൾ അതേ തുറന്നിരിക്കുവാണെങ്കിലോ ഫോർഗ്രൗണ്ടിൽ അയാളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അയാൾക്കുള്ള കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ.
ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ് സർവീസസ് എന്ന് പറയുന്നത്. അങ്ങനെ സർവീസസ്. പിന്നെ ഉള്ളതാണ് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ പുറകിൽ, അതായത് നമ്മൾ ഹോം അടിച്ചു, എക്സിറ്റ് അടിച്ചില്ല, ഹോം അടിച്ച് നമ്മൾ പുറകേക്ക് പോയി. ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം മുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നു, അപ്പോൾ മുകളിൽ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടു, നമ്മൾ അവിടുത്തെ അപ്പം തന്നെ നമ്മൾ വാട്സപ്പിലേക്ക് പോയി. ഇത് എക്സിറ്റ് അടിച്ചിട്ടില്ല, നമ്മൾ ബാക്ക് ബട്ടൺ അടിച്ച് എക്സിറ്റ് അടിക്കാതെ ഹോം അടിച്ച് നമ്മൾ വാട്സപ്പിലേക്ക് പോയി, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി, അവിടെ നിൽക്കുമ്പോൾ വേറൊരു സാധനത്തിലേക്ക് പോയി, അങ്ങനെ കുറേ റീസെൻ്റ് ആപ്സ് വരുവാണ്. അപ്പോൾ ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളാണ് അല്ലേ. അവർ നിലവിൽ നമ്മൾ കാണുന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്നുമില്ല, അതവിടെ കിടക്കുവാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും? ഈ റിസോഴ്സസ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, മെമ്മറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഡാറ്റയെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ആയിരിക്കും ആദ്യം പിടിച്ച് ഡിലീറ്റ് ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇവരെ കളഞ്ഞിട്ട് പിന്നീട് സർവീസസിനെ കളയുള്ളൂ, അതിനെയും കളഞ്ഞിട്ട് ചിലപ്പോൾ വിസിബിളിനെ കളയുണ്ടാവുക. അങ്ങനെ ഓരോരുത്തരായിട്ടായിരിക്കും കളയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ബാക്കി പറയുന്നത്. ഓൾ പ്രോസസ്സസ് ഇൻ ദ എം ടി ലിസ്റ്റ് ആർ ആഡഡ് ടു ദ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ലിസ്റ്റ്. LRU പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട്, അതൊരു ക്യൂ ഫാഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ക്യൂ എങ്ങനെയാണ്, ഏത് പ്രിൻസിപ്പിളാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും. ആദ്യം വരുന്ന ആൾ ആദ്യം പുറത്ത് പോകട്ടെ. അതായത് ഈ LRU എന്ന് പറയുന്ന സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലീസ്റ്റ് റീസ്റ്റ്, കുറേ നേരമായിട്ട് ഉപയോഗിക്കാതെ, ലീസ്റ്റ് വളരെ നേരം മുന്നേ ഉപയോഗിച്ച് ആളെ കളയുക. ഇപ്പോൾ അതായത് ഇന്നലെ രാത്രി ഉപയോഗിച്ച ആളെയോ അങ്ങനെയുള്ള കുറേ നേരമായിട്ട് കുറേ മണിക്കൂറുകളായിട്ട് ഇവർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവരെ കളയുക എന്നുള്ള ഫാഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്. അത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തും പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആ ഫാഷനിൽ വർക്ക് ചെയ്യുന്നൊരു ക്യൂ ആണ്. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും സംഗതി വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ക്യാഷ്. ക്യാഷിന് എന്തിനാണ് നമ്മൾ എത്ര തവണ ഒരു സാധനം മോസ്റ്റ് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആൾക്കാരെ വെക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്യാഷ് ഉപയോഗിക്കുന്നത്, എളുപ്പം സെർച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആൾക്കാരെ ഹോൾഡ് ചെയ്യാനാണ് ഈ ഒരു ക്യാഷ് ഉപയോഗിക്കുന്നത്. ക്യൂ ഫാഷനിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഇവിടെയൊക്കെ ഇങ്ങനെയായിരിക്കുമല്ലോ ക്യൂ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ക്യൂവിൽ ഇവിടെ ഫസ്റ്റ് ഒരാൾ കയറും. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടൊരു സിസ്റ്റം ഓണാക്കി വയ്ക്കും, നമ്മുടെ ഫോൺ ഓണാക്കി വയ്ക്കും. അപ്പോൾ വാട്സപ്പ് നമ്മൾ ആദ്യം നമ്മൾ തുറന്ന് ഒരാളെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൺ എടുത്തു വയ്ക്കും. അപ്പോൾ കോൾ ലോഗ് തുറന്നു. എന്നതിന് ശേഷം ഞാൻ കോൾ ചെയ്തത് ഞാൻ പിന്നെ പ്രോപ്പർലി ഞാൻ എക്സിറ്റ് അടിക്കാതെ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ കോൾ നോക്കി അവിടെ അയാളുടെ പേര് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ കോൺടാക്റ്റിലേക്ക് പോയി നിൽക്കും. ഇത് കോളാണെങ്കിൽ ഞാൻ കോൺടാക്റ്റിലേക്ക് പോയി പ്രോപ്പർലി എടുക്കാണ്ട് ഞാൻ കോൺടാക്റ്റ് പറയുന്ന ആപ്പിലേക്ക് പോയി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ ഹോം ബട്ടൺ അടിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് തുറന്നു വയ്ക്കും. വാട്സപ്പിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് തുറന്നിട്ട് ഞാൻ പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, അല്ലെങ്കിൽ PDF-ൻ്റെ ഒരു ഓപ്പൺ ചെയ്തു. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത്രയും മാത്രം ഞാൻ ആദ്യം പറയാം. എന്നിട്ട് അപ്പോൾ ഇതിലിപ്പോൾ ഇനി ഒരാളെ ഓപ്പൺ ചെയ്യണമെന്ന് വെക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ മെമ്മറി, ഇത്ര എല്ലാ ആൾക്കാരെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ പുതുതായിട്ടൊരാളെ ഓപ്പൺ ചെയ്യണം. ഇവിടെ അല്ല പുതുതായിട്ടൊരാളെ ഓപ്പൺ ചെയ്യണം, ഇവിടെ അല്ല കേട്ടോ. എങ്കിലും ഞാൻ പറയുക, പുതുതായിട്ടൊരാളെ മെയിൻ മെമ്മറിയിൽ ഇപ്പോൾ ഫോണിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുമ്പം ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഇവരൊക്കെ തുറന്ന സമയം ആൻഡ്രോയിഡിന് അറിയാം. ഏത് സമയത്താണ് കോൾ തുറന്നത്, ഈ സമയത്താണ് കോൺടാക്റ്റ് തുറന്നത്, ഈ സമയത്താണ് വാട്സപ്പ് തുറന്ന്, എപ്പോഴാണ് മെയിൽ തുറന്ന്, എപ്പോഴാണ് PDF-ൻ്റെ ആപ്പ് തുറന്നത് അറിയാം. അപ്പോൾ കോൾ തുറന്നിട്ട് കുറേ നേരമായി, ഇപ്പോൾ കോൾ ഇയാൾ ഉപയോഗിക്കാനുള്ള ലക്ഷണം കാണാനില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ആളെ പിടിച്ച് നമ്മൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് പുതിയ ആൾക്ക് നിൽക്കാനുള്ള സ്ഥലം കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുണ്ടാവുക. ഇൻ കേസ് ഇപ്പോൾ വാട്സപ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, അപ്പോൾ ഇനി ശരിക്കും ഇതും കഴിഞ്ഞ് ഇനി പുതിയ മൂന്നാമത്തെ ഒരാൾ വരുമ്പോൾ വാട്സപ്പിനെ കളയണ്ടേ. പക്ഷേ ഞാൻ വീണ്ടും വന്ന് വാട്സപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാളെ മുന്നോട്ടേക്ക് പ്ലേസ് ചെയ്യും. വീണ്ടും അതിൻ്റെ ഫ്രണ്ടിലേക്ക് ആ ക്യൂവിൽ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ഇഫ് an application is restarted by the user, it get moved into the end of its queue. അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ്സിലേക്ക്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇതിലേക്ക് നമ്മൾ വന്നിട്ടില്ല, ലൈഫ് സൈക്കിളിലേക്ക് വന്നിട്ടില്ല.
ലൈഫ് സൈക്കിളിലേക്കായിരിക്കും നമ്മളിനി അടുത്തത് പോകുന്നത്. അപ്പോൾ ഈ ഒരു 10 മാർക്കിനാണെങ്കിൽ നമ്മൾ കുറച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം പറയാൻ. ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ 10 മാർക്കിനാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ. 5 മാർക്കിനാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ സ്റ്റേറ്റ്സ് മാത്രം പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോ സ്റ്റേറ്റും എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ കുറേ മെത്തേഡുകളുണ്ട്. മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് ഫിഗർ വരച്ച് കൊടുത്താൽ മാത്രം മതി.